എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാനൽ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Cups, starting Wheel of Fortune, Queen of Pentacles, Five of Swords energy, King of Pentacles, Strength card. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി സാധ്യതകളുള്ള സമയമാണ്. ഈ ഒരു മാസം തുടക്കുന്നത് തന്നെ ഒത്തിരി സന്തോഷ വാർത്തയോടുകൂടി സന്തോഷവും ആഘോഷത്തിനുള്ളൊരു തിരി തെളിയുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ 3 of Cups and Wheel of Fortune energy connections ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള കാര്യം, ഈ സന്തോഷം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടമാണ്. അപ്പോൾ ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു മാസം തുടങ്ങുമ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും പൈസ നിങ്ങൾക്ക് തരാനുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു കുറച്ച് പൈസ കയ്യിലേക്ക് വരാനുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെ. ആ ഒരു രീതിയിലുള്ള പൈസ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു രീതിയിലുള്ള പ്രതീക്ഷിത ധനലാഭത്തിൻ്റെ അപ്പുറത്തേക്ക് ഇത് എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ലാഭമാണ്. ഒരു പക്ഷേ ലോട്ടറി കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോട്ടറി അടിക്കുന്നതാവാം, അങ്ങനെയുള്ള രീതിയിലുള്ള വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളായിട്ട് സമ്പാദിച്ചിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല, അപ്രതീക്ഷിതമായിട്ട് ഡെസ്റ്റിനി ലക്കി ബ്രേക്ക് എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങളിപ്പോൾ ഒരു ക്ലറിക്കൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മാനേജർ പൊസിഷനിലേക്ക് എത്തുന്നത് ഒരു വലിയ മാറ്റമാണ്. മാത്രമല്ല അത് തീരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലാകുമ്പോൾ വലിയ തരത്തിലുള്ളൊരു മാറ്റമാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു മാസം പോസിറ്റീവായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം, അതായത് പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന സന്തോഷം 10 മടങ്ങായിട്ട് നിങ്ങളിലേക്ക് എത്തേണ്ടുന്നത് 10 മടങ്ങായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന എനർജി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ അത് ലക്കി എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നടക്കില്ല, ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്, എൻ്റെ ലൈഫിൽ ഇതൊക്കെ സാധ്യമാകുമോ എന്ന് ചിന്തിച്ച കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സാധ്യമാകുന്നു എന്നുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നതും ശാരീരികമായിട്ടുള്ള എന്തോ ഒരു സിറ്റുവേഷൻ, അതായത് ആരോഗ്യ പ്രശ്നം, ശാരീരികമോ മാനസികമായിട്ട് നിങ്ങളെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നം, അത് എന്തെങ്കിലും തരത്തിലുള്ള അത് ഇനി മാറില്ല, അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിനൊരു ഇതില്ല ജീവിതകാലം മുഴുവൻ എന്നുള്ള ഇതിൽ നിൽക്കുന്നവർ അങ്ങനെയല്ല, ഇതിനൊരു ക്യൂറുണ്ട്, അല്ലെങ്കിൽ ഇത് ഭേദപ്പെടുത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ഒരു അസുഖം, അത് ശാരീരികവും മാനസികവും ഏത് തരത്തിലായാലും അത് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നു, നിങ്ങളുടെ ജീവിതശൈലി രീതികൾ, അതേപോലെ എന്തെങ്കിലും മെഡിസിൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അതൊരു വളരെയധികം ഒരു ഭാഗ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും സാഹചര്യങ്ങളും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി, വളരെ പോസിറ്റീവ് എനർജി സാമ്പത്തികമായിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സെൽഫ് മെയ്ഡ് പേഴ്സണാണ്, സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം രീതിയിൽ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഒരു സെൽഫ് വർത്ത് നിങ്ങളുണ്ട് എന്നുള്ളത് ഒരു സെൽഫ് മെയ്ഡ് എനർജിയാണ്. നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഫിനാൻസ് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റുന്നു എന്നുള്ള, ഫിനാൻസ് ലെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രൊമോഷൻ സാധ്യതകളൊക്കെ ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രൊമോഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് പ്രൊഫഷണൽ ലൈഫിൽ ഒത്തിരി കരിയറിൽ മുന്നേറുന്നുണ്ട്. അപ്പോൾ
തീരെ പ്രതീക്ഷിക്കാത്തൊരു പ്രൊമോഷൻ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാനേജറിൽ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി മാറിപ്പോവുകയും അത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ കയറ്റുകയും നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് കയറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ 5 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്കതിനെ അനുസരിച്ചിട്ട് അതിന് വേണ്ടുന്നൊരു കഴിവില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ല. പൊതുവേ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ അത് ഭാഗ്യം എന്നുള്ള രീതിയിൻ്റെ അപ്പുറത്തേക്ക് ഭാഗ്യം എന്നുള്ള രീതിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് വേണ്ട സമയത്ത് വേണ്ട കാര്യം വേണ്ട പോലെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് നിങ്ങൾ അർഹതപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു പൊസിഷൻ, വെരി ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള അവസരം വരെയും അത് ഞാൻ ഡിസേർവ് ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോട് കൂടിയിട്ട് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതും ഈ ഒരു മാസത്തിൽ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങളത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ അർഹിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കുന്നു. യു ആർ പ്രൂവിങ് യുവർ സെൽഫ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻ, ഓവർഫ്ലോയിങ് മെറ്റീരിയൽ പോസിറ്റീവ് എനർജിയാണ്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്. സോ ഏത് വഴിയിൽ നിന്നാണെന്ന് അറിയില്ലെങ്കിൽ പല വഴിയിലൂടെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു പുഴ ഒരു കടലിലേക്ക് വന്ന് ചേരുന്ന അല്ലെങ്കിൽ പല വഴിയിൽ നിന്ന് പല വാട്ടർ ബോഡീസ് പലയിടത്തു നിന്ന് വന്ന് ഒന്നിലേക്ക് ചേരുന്നു എന്ന് പറയുന്ന ഒരു സമുദ്രമായിട്ട് മാറുന്ന എനർജിയാണ്. ഒത്തിരി നല്ലൊരു രീതിയിൽ ഇത് വളരെ പോസിറ്റീവ് ആൻഡ് 3 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ ഒത്തിരി സാധ്യതകളെ സൂചിപ്പിക്കുന്ന സമയം. മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റിംഗ് പവർ. കുറേ നാളായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഈ മാനിഫെസ്റ്റേഷൻ വളരെ സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം, ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ യുവർ ലൈഫ് നമ്മൾ പോലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, അത് പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ അന്തരീക്ഷം, പേഴ്സണൽ ലൈഫ് സിറ്റുവേഷനിൽ, അതേപോലെ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യമായിരിക്കാം, അത് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ നിങ്ങളൊരു ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ അതുപോലുള്ളൊരു എന്താ പറയുക, ഒരു സീസൈഡ് വ്യൂ ഉള്ളൊരു അടുത്ത് താമസിക്കുക, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ നല്ലൊരു വലിയ വില കൂടിയ കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ സാധ്യമാണ്. അതായത് ലക്ഷറി ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒരു ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ സാധ്യതകളൊക്കെ വളരെ ലക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും പലതും നിങ്ങൾ നേടിയെടുക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം കോമ്പറ്റീഷൻ ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അവിടെയൊന്നും തളർന്നു പോകുന്നില്ല, നിങ്ങൾ അതിൽ മുന്നേറുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒത്തിരി മുന്നേറും. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് മുന്നേറുന്ന ഒരു സാധ്യതയാണ്. പക്ഷേ ആ ഒരു ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ എത്ര പുറകിൽ നിന്ന് നിങ്ങളെ കുത്താൻ ശ്രമിച്ചാലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. നിങ്ങൾ പഠിച്ചിട്ടാണെങ്കിലും ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ പല സിറ്റുവേഷൻസ് നിർഭാഗ്യം കൂടെ ഉണ്ടാകുന്നത് കൊണ്ട് മുന്നേറാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി മുന്നേറുന്നുണ്ട്. അതേപോലെ ആത്മീയവും ദൈവികവുമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം അത് നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പുതിയ കണക്ഷൻസ്, നല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് കാണിക്കുന്നുണ്ട്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒരു വ്യക്തിയുമായിട്ട്, അതേപോലെ നല്ല ഇൻറ്റിമേറ്റ്, അതായത് സോൾമേറ്റ് കണക്ഷൻ, ഫ്രണ്ട്ഷിപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകൾ നൽകുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. സെൽഫ് ലവ് നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളുടെ രൂപവും ഭാവവും അല്ലെങ്കിൽ നിങ്ങളുടെ രീതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളെ താഴ്ത്തി കെട്ടുന്ന, കളിയാക്കുന്ന രീതികൾ, അതിനൊക്കെ നിങ്ങൾ എല്ലാവരിലും ഫ്ലോസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്.
അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു അതിലൊക്കെ നിങ്ങൾ മാറ്റം വരുത്തണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നുണ്ട്. നിങ്ങൾ മൊത്തത്തിൽ ജീവിത ശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ലൈഫ് പേർപ്പസിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളുടെ പേർപ്പസ് ശരിയായിട്ടുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.